ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു അലക്സ ഇക്കോസ് ഡോട്ട് എന്നൊരു ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിത് ഒരെണ്ണം വാങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ അത് സ്മാർട്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂമോ അല്ലെങ്കിൽ വീടൊക്കെ ഹോം സ്മാർട്ടാക്കാൻ ഇത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഇക്കോ ഡോട്ടിൻ്റെ നമ്മുടെ 3rd ജനറേഷനാണ്. അതിൻ്റെ 4th ജനറേഷൻ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒരു മാസം കൂടി കഴിയും. പ്രീ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ചും കൂടി ലുക്കായിട്ടുണ്ട്. ഒരു ബോൾ പോലെയാണ് ഇത്. ജസ്റ്റ് ഇങ്ങനത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ എൻട്രി ലെവലാണ്. ഇതിൻ്റെ സ്ക്രീനുള്ള ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എൻട്രി ലെവലായിട്ട് വാങ്ങിച്ചാണ്. ഞാൻ മോഡം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മോഡം ഞാൻ സ്മാർട്ട് പ്ലഗും ഇതിവിടെ സ്മാർട്ട് പ്ലഗും അതുപോലെ ലൈറ്റും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ ലൈറ്റും അതുപോലെ സ്മാർട്ട് പ്ലഗ് അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അലക്സ വഴി ഓഫ് ആക്കാമല്ലോ. രാത്രി നമ്മുടെ മോഡ് ഓണാക്കി വെക്കുന്നത് നല്ലതല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെഡ്റൂമിലായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ സ്മാർട്ട് റൂം ആക്കാനുള്ളൊരു തയ്യാറെടുപ്പോടുകൂടിയാണ് ഇത് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണെന്ന്. അതുപോലെ ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്ലേയും നമ്മുടെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിൽ കിടന്നാലോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളാക്കി വയ്ക്കുക. പിന്നെ ഒരു വീഡിയോ കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ഗീവ് അവേ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് വരും. നെക്സ്റ്റ് ആയിട്ട് വരും. എന്താ ചെയ്യേണ്ടത് അതൊക്കെ അതിൽ പറയാം. ഒരു 2 ഐറ്റംസാണ് ഗീവ് അവേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് അൺബോക്സിങ് കിടക്കാം. കാരണം അതിൻ്റെ ബോക്സ് മുകളിലായിട്ട് ആമസോണിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഒരു ബ്ലൂ ബോക്സാണ്. നിങ്ങൾ കണ്ടിട്ടാൻ സാധ്യതയുണ്ട്. ഫേമസ് ആണല്ലേ. അപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. പിന്നെ ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഫോണാണ്. എന്ന് വെച്ചാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോൺ നമുക്കിവിടെ സൈഡിൽ വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ നേരെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ ഇക്കോ ഡോട്ട് ചെയ്തിട്ടുണ്ട്. ആഡ് അലക്സ ടു എനി റൂം. അതുപോലെ ആമസോണിൻ്റെ ഇതുണ്ട്. പിന്നെ ഫാർ ഫീൽഡ് കൺട്രോൾ, വോയിസ് കൺട്രോൾ, അതിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസായിട്ട് 4499 കാണാം. അത് പക്ഷേ അവൈലബിൾ പ്രൈസ് 3499 ആണ്. അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് അലക്സ, ബ്ലൂടൂത്ത്, വൈഫൈ, അതുപോലെ ഓഡിയോ ലൈൻ ഔട്ട്പുട്ട്, അതുപോലെ മൈക്രോഫോൺ ഓൺ ഓഫ് ഔട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്ത് ഇയർ ഓഫ് മാനുഫാക്ചർ May 2020 ആണ് കേട്ടോ. കൺട്രി ഓഫ് ഒറിജിൻ ചൈനയാണ്. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലോർ തൗസൻഡ്സ് ഓഫ് സ്കിൽസ് ഇൻക്ലൂഡിങ് ആമസോൺ പ്രൈം മ്യൂസിക്, സാവൻ, ആജ് തക്ക്, സൊമാറ്റോ, ESPN, ഓള, ഫിലിപ്സ് ഹ്യൂ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻക്ലൂഡഡ് ആമസോൺ ഇക്കോഡോട്ട് 3rd ജനറേഷനും പിന്നെ പവർ അഡാപ്റ്ററാണ് ഉള്ളത്. പിന്നെ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ആയിട്ട് അതിലൊന്നുമില്ല. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാം. സാധാരണ സെയിം കട്ട് ചെയ്യാം. ഇത് വിട്ടാൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വിട്ടൊരു സീൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് കട്ട് ചെയ്തു. നമുക്കൊന്ന് തുറക്കാം. ബ്ലാക്കാണ് ഞാൻ പറഞ്ഞില്ലേ. ബ്ലാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്നത്. അത് 4 കളറുണ്ട്. റെഡ് ഉണ്ട്, ഗ്രേ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗ്രേ കളർ. ഇതാണ് കുറച്ചും കൂടി ലുക്ക് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ എൻ്റെ മാഷൊക്കെ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആയിട്ട് എടുത്തതാണ്. പിന്നെ അതുപോലെ വൈറ്റ് ഉണ്ട്. ബ്ലാക്കും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു പാക്കേജിങ് ഫുൾ പ്ലാസ്റ്റിക് ഉണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ബോക്സിൽ എന്തെല്ലാം നോക്കാം. ഉള്ളിലായിട്ട് എക്കോഡ് കൊടുന്ന് കാണിച്ചിട്ടുണ്ട്. ഇതെന്തോ അവരുടെ ബുക്കാണെന്നുണ്ട്. ഇതെന്തോ ബുക്കാണ് കേട്ടോ. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ഇക്കോഡഡ് മാനുവലാണ്. നമുക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനുള്ളൊരു ബുക്കാണ്. കാർഡാണ്. ബുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ബുക്ക്. ഇത് ശരിക്കും ബുക്ക് എന്ന് പറയുന്നത്. ഇതാണ് ബുക്ക്. ലൈഫ് ടൈം വാറണ്ടി, ഇംഗ്ലീഷ്, കുറേ ലാംഗ്വേജ് ആയിട്ടുള്ള ബുക്കാണ്. അത്ര കട്ടിയുള്ളത്. പിന്നെ തിങ്സ് ടു ട്രൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് മ്യൂസിക് ആൻഡ് റേഡിയോ, ന്യൂസ് ഇൻഫർമേഷൻ, കോൾ ആൻഡ് മെസ്സേജിങ് നമുക്ക് ഇതിനായിട്ട് ട്രൈ ചെയ്യാനുള്ളതാണ് ഇക്കോഡോട്ടായിട്ട്. പിന്നെ ഉള്ളത് നമുക്ക് അഡാപ്റ്റർ ആയിരിക്കും. സ്വാഭാവികമായിട്ട് അഡാപ്റ്റർ തന്നെ ഉള്ളൂ. അതിലിപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടതാണല്ലോ. ഇതാണ് അഡാപ്റ്റർ. നമ്മുടെ പണ്ടത്തെ മോട്ടറോടെ ഫോൺ വരാറില്ലേ, അതിൻ്റെ അഡാപ്റ്റർ പോലെയുണ്ട്. ലെങ്ത്തും അത്യാവശ്യമുണ്ട്. പിന്നെ ഇങ്ങനത്തെ പിന്നാണ് കേട്ടോ. നമ്മുടെ നോർമൽ പണ്ടത്തെ അഡാപ്റ്ററിലൊക്കെ ഉണ്ടാകുന്ന പിന്നാണ്. USB എന്നല്ല. പിന്നെ 15 വാട്ടിന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഞാൻ അടുത്ത് സൂം ചെയ്യാം. ഇതാ മെയ്ഡ് ഇൻ ചൈന. 0.5 ആംപിയർ ആണ് ഔട്ട്പുട്ട്. 12 വോൾട്ട് ടു 1.25 ആംപിയർ ആണ്. ഫ്രണ്ടിൽ ആമസോണിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ ഒന്ന് പൊളിക്കാം. ഫുൾ പാക്ഡാണ് കേട്ടോ. ഫുൾ സീൽഡാണ്. ഇത് പൊളിക്കുന്ന തന്നെ കുറച്ച് പറഞ്ഞു വെച്ചാൽ ഫുൾ എല്ലായിടത്തും സീലാണ്. നമ്മുടെ ഫോൺ ഒക്കെ ഫസ്റ്റ് ടൈമായിട്ട് പൊളിക്കുമ്പോൾ സീലുണ്ടാവുമല്ലോ, അതുപോലെ ഫുൾ പാക്ഡാണ്. അതാണ് ഫ്രണ്ടിലും ഒരു ആമസോണിൻ്റെ ഒരു തൊട്ടിച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആമസോണിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റുന്നതായിരിക്കും. ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരെ കളർ വ്യത്യാസം വരുമായിരിക്കും വേണമെങ്കിൽ. നമ്മുടെ ഇതിൻ്റെ കളർ അനുസരിച്ച് അഡാപ്റ്ററിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും തുറക്കാം. ഗിവ് അവേ പറഞ്ഞതിൻ്റെ എന്താ വെച്ചാൽ ഈ വീഡിയോ ആണ് കാണേണ്ടത് നിങ്ങൾ. അപ്പോൾ അതുപോലെ അത് ഞാൻ എന്തായാലും ഗിവ് അവേ വീഡിയോ അടുത്തിടുന്നുണ്ട്, അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പിന്നെ പോവാം. നിറച്ച് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് കേട്ടോ, ഫുൾ പുതിയ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തൊടുമ്പോൾ തന്നെ നല്ല ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ, സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് ലൈറ്റാണ് കേട്ടോ, ഇത് മൾട്ടി കളർ LED ലൈറ്റാണ്. 4 സ്വിച്ചുകളുണ്ട്, പ്ലസ് മൈനസ്, അതുപോലെ ഒരു ഡോട്ട് പോലത്തെ ഒരു റെക്കോർഡിൻ്റെ ഒന്നുമുണ്ട്. സ്വിച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ പോർട്സുകൾ നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. 2 പോർട്ടുള്ളൂ കേട്ടോ, ഒരു ലൈൻ ഔട്ടായിരിക്കും, പിന്നെ ഒരു അഡാപ്റ്ററിൻ്റെ ആണ്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റണമെന്ന് അറിയില്ല, അതിൻ്റെ മോഡൽ നമ്പറും ഇതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. മെയ്ഡ് ഇൻ ചൈന അതൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് ചെറുതായിട്ടാണ് ഇത് പിടിക്കാൻ നല്ല പാടാണ്. നമുക്ക് ഒന്ന് കുത്തിയാലോ കറണ്ടിലേക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറയാം. ഇത് ഒരെണ്ണം വോളിയം അപ്പാണ്, ഇത് വോളിയം ഡൗണ്, പിന്നെ ഇത് മൈക്രോഫോൺ ഓൺ ഓഫാണ്. ഇത് പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടണാണ്, നമുക്ക് ആക്ഷൻ ചെയ്യാനുള്ളത് അമർത്തിയിട്ട് പറയാനുള്ളതാണ്. അപ്പോൾ ഇതെന്താ നിങ്ങളിത് ഈ നമ്മുടെ സാനിറ്റൈസർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ വരുമ്പോൾ എന്തായാലും സാനിറ്റൈസർ എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഫുള്ള് കവറൊക്കെ സാനിറ്റൈസറാണ് എടുക്കുന്നത്, അതുപോലെ സ്പ്രേ അടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേ സാനിറ്റൈസേഴ്സ്, അതുപോലെ എയർ പ്യൂരിഫൈങ് സാനിറ്റൈസേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ നോക്കി നമുക്ക് കിട്ടുമായിരുന്നു, ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ ഇടാം. പിന്നെ ഇതാണ് നമുക്ക് ബ്ലാക്ക് നമുക്ക് വേണ്ടത്, നമുക്ക് പവർ കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് കത്തുട്ടാ, അതാ ലൈറ്റ് കത്തി, ബ്ലൂ ലൈറ്റ്, നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ. ഇത് ഒരു ഡിസൈനും ഉണ്ട്, റണ്ണിങ് ലൈറ്റും ഉണ്ട് ഇടയിൽ. നമുക്ക് വോളിയം കൂട്ടാം. ലൈറ്റിൻ്റെ ഇത് മാറി തുടങ്ങി, ഫസ്റ്റ് ബൂട്ടിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. കളറും മാറുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഒരു റണ്ണിങ് ആയിട്ട് കളർ വരുന്നുണ്ട്, ബൂട്ടിംഗ് ആയിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഒരു സിംഗിൾ യെല്ലോ കളറായി. അത് മ്യൂസിക് വന്നു തുടങ്ങിയിട്ടുണ്ട്. Hello, your device is ready for setup. Just download the Alexa app and follow the instructions. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനതിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കാം. അലക്സ ആപ്പ്, ഇതാണ് ആമസോൺ അലക്സ. ഒരു 90 MB ഉണ്ട്, നമുക്കിതിന്ന് കിട്ടും. അപ്പോൾ സെറ്റപ്പ് നമ്മൾ ആദ്യം ഓൾറെഡി സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, നമ്മുടെ ആമസോണിൽ നിന്ന് വരാമെന്നുണ്ട് എൻ്റെ പേര്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റിംഗ് അക്കൗണ്ട് വരുന്നുണ്ട്, അപ്പോൾ പെർമിഷൻ വേണം അതിന്. അസിസ്റ്റ് യുവർ കോൺടാക്ട്സ്, അതുപോലെ വെരിഫൈഡ് നമ്പർ വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഡിവൈസ് നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. അതിന് മുമ്പ് ഇക്കോ അലക്സ ഫയർ സ്റ്റിക്ക് അല്ല, ഇത് കൊടുക്കുക, ആഡ് ഡിവൈസ് കൊടുക്കുക. ഇതിൽ ഇവരുടെ കുറേ സാധനം കാണേണ്ടത്, നമുക്ക് ആഡ് ഇക്കോ കൊടുക്കാം. ഇക്കോ ഡോട്ടാണല്ലോ ഇതിൽ ഇക്കോ ഡോട്ട് കൊടുക്കുക. പ്ലഗ്ഡ് ഇൻ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലഗ്ഡ് ഇൻ ആൻഡ് ഡിസ്പ്ലേയിങ് ഓറഞ്ച് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഓറഞ്ച് ലൈറ്റ് കിടന്ന് കറങ്ങുന്നുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കാം. നമുക്ക് ലൊക്കേഷൻ അലോ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മുടെ അതിൽ പോയിട്ട് ലൊക്കേഷൻ അലോ ചെയ്യാം. ഇനി അടുത്തെന്താ ചോദിക്കാൻ നോക്കാം. ഇപ്പോൾ ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്ന് പറയുന്നുണ്ട്. ബ്ലൂടൂത്ത് വഴിയാണ് ഇപ്പോൾ കണക്ട് ആവുന്നത് കേട്ടോ. ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സെർച്ചിങ് ഫോർ ഡിവൈസ് ആണ്, അതിന് കണ്ടുകിട്ടി echo.js എന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെലക്ട് യുവർ വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു സൗണ്ട് വന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ വൈഫൈ എന്ന് പറയുന്നത് BSNLൻ്റെ ഫൈബറാണ്, FTTH. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം അതിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ട്. കണക്റ്റിങ് വന്നിട്ടുണ്ട്, ഇവിടെ കാണാം കണക്റ്റിംഗ് യുവർ echo.to വൈഫൈ.
ഇപ്പോൾ എന്താ സമയം എടുക്കുന്നുണ്ട്. മേക്ക് ഷുവർ യുവർ ഡിവൈസ് ഈസ് നിയർ ബൈ ആൻഡ് പ്ലഗ്ഡ് ഇൻ പെയറിംഗ് മോഡ് എന്ന് കാണിക്കുന്നുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഇന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണക്റ്റ് ആയിട്ടാ യുവർ ഇക്കോ ഡോട്ട് ഈസ് നൗ കണക്റ്റഡ്. അപ്പോൾ ഇതിൽ അത് നേരത്തെ വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ നമുക്കത് വിച്ച് റൂം ഈസ് യുവർ ഇക്കോ ഡോട്ട് എന്ന് ചോദിക്കാം. അപ്പോൾ എൻ്റെ ബെഡ്റൂമിലാണ്. അപ്പോൾ ഞാൻ ബെഡ്റൂം കൊടുത്തു. അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ വരാൻ പോകുന്നത് വെച്ചാൽ ഫുൾ ഓൺലൈനിൻ്റെ പരിപാടിയാണ്. നെറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ വൈഫൈ ഉള്ളവർ അതേപോലെ ഹൈ സ്പീഡ് നെറ്റ് കയ്യിലുള്ളവർ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വേസ്റ്റ് ആവും. അതിലിപ്പോൾ എൻ്റെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓക്കെ കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ അടുത്തത് നെയിം ദിസ് അഡ്രസ്സ് എന്നാണ് പറഞ്ഞത്, ഹോമാണ്. അപ്പോൾ ഞാൻ ഹോം കൊടുത്തു. പിന്നെ അപ്പോൾ വെൽക്കം ടു ഇക്കോ ഡോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിസ് ഷോർട്ട് വീഡിയോ വിൽ ടേക്ക് യു ത്രൂ ദ ബേസിക്. നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണിത്. അപ്പോൾ എനിക്ക് പ്രൈം ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ സെറ്റപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻജോയ് ആമസോൺ പ്രൈം കണ്ടിന്യൂ കൊടുക്കാം. സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൺ കൊടുക്കാം. Hello, I'm Alexa. It's nice to meet you. There's a lot of fun and helpful things I can do. നല്ല ബാസ്. Quick introduction that we can walk through together. Can I show you some things to try? Okay. നമുക്ക് ടേൺ ഓൺ കൊടുക്കാം കേട്ടോ. Hi Alexa, what is the time now? The time is 4:33 p.m. നമുക്ക് ഫോണിലാണ് പറഞ്ഞത് കേട്ടോ, ഇതിലല്ല പറഞ്ഞത്. ഇതിൻ്റെ ആക്ഷൻ വർത്തിക്കാം. What is the time now? The time is 4:33 p.m. അപ്പോൾ ഇതിൽ പറഞ്ഞാണ് കേട്ടത്, നേരത്തെ ഫോണിലാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടാപ്പ് ആൻഡ് ഇതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേറൊരു പാട്ട് ചോദിച്ചാലോ ചെയ്യാം. അപ്പോൾ കോൾ ഫീച്ചർ നോക്കി നോക്കാം. ഇതിൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ പ്ലേ ഓപ്ഷൻ, ഡിവൈസ്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ താഴെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഹായ് അലക്സ, കോൾ അജയ്. Calling Ajay's Alexa devices. ഇതിൽ കോൾ വന്ന് കട്ടായി. Isn't available. Would you like to leave a voice message on their devices? നോ താങ്ക്സ്. കറക്റ്റ് കേൾക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റ് റെക്കഗ്നേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഹായ് അലക്സ, പ്ലേ എ മ്യൂസിക്. Here's a popular station, Bollywood Workout, on Amazon Music. പ്ലേ എ ഹിന്ദി സോങ്. അത് ഓണായിട്ടോ. അവിടെ വന്നിട്ടുണ്ട്, മൊബൈലിൽ വന്നിട്ടുണ്ട്. ഏത് പാട്ടാണ്? ഡ്രൈവ് സിനിമയിലും സുശാന്തിൻ്റെ സിനിമയിലത്തെ. അത് വയ്ക്കാൻ പാടില്ല, ശരിയാ, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് പാട്ട് വയ്ക്കാൻ പറ്റില്ല. പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ. അത് നമുക്ക് ഇനി ക്ലൈമറ്റ് ചോദിക്കാം. ഹായ് അലക്സ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ നൗ? Right now, it's 29 degrees Celsius. Tonight, expect a low of 25 degrees. ഫുൾ കറക്റ്റായിട്ട് പറയണ്ടത്. നമ്മളൊരു കറക്റ്റ് നമ്മൾ കമാൻഡ് കേൾക്കുമ്പോഴാണ് അത് ശരിക്കും ആ ലൈറ്റ് കത്തുന്നത്. ഇപ്പോൾ ഫോക്കസ് ശരിയായും വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഡിവൈസസ് ഞാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിവൈസ് നമ്മുടെ റൂം എങ്ങനെ സ്മാർട്ടാക്കാം നമുക്ക് ആവശ്യമുള്ള ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്മാർട്ട് പ്ലഗും. ഇപ്പോൾ ആമസോണിൻ്റെ സ്മാർട്ട് പ്ലഗ് അവൈലബിൾ ആണ്, പക്ഷേ അത് നല്ല റേറ്റ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് വേറെ ബ്രാൻഡിൻ്റെയാണ് അതും. അതേപോലെ ഇപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ നമ്മുടെ വിപ്രോൻ്റെ ലൈറ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിടാം. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ പ്ലഗ് ഉപയോഗിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിന്, അതേപോലെ കമ്പ്യൂട്ടർ, അതേപോലെ നമ്മുടെ മോഡം, അതൊക്കെ ഒന്ന് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവന് ഓർഡർ കൊടുത്താൽ മതിയല്ലോ, ആൾ തന്നെ ചെയ്തോളും. അപ്പം നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഇത് ഓഫാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൾ തന്നെ ഓഫായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.